അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 17. അവർ അംഫിപ്പൊലിസിലും അപ്പലോന്യയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് തന്റെ പതിവനുസരിച്ച് അവിടെ ചെന്നു 3 ശബ്ബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരുമായി സംവാദത്തിലേർപ്പെട്ടു. ക്രിസ്തു കഷ്ടമനുഭവിച്ച ശേഷം മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നും ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്നും അദ്ദേഹം അവർക്ക് വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു. അവരിൽ ചിലർക്കും ദൈവഭക്തിയുള്ള അനേകം ഗ്രീക്കുകാർക്കും മാന്യ സ്ത്രീകളിൽ പലർക്കും ഇത് ബോധ്യമായി. അവർ പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. എന്നാൽ യഹൂദർ അസൂയാലുക്കളായി തീർന്നു. അവർ മിനക്കെട്ട് നടക്കുന്ന കുറെ നീചന്മാരെ ഒരുമിച്ച് കൂട്ടി പട്ടണത്തിൽ ഒരു ലഹള ആരംഭിച്ചു. പൗലോസിനെയും ശീലാസിനെയും കണ്ടുപിടിച്ച് ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർ യാസോന്റെ വീട് വളഞ്ഞു. എന്നാൽ അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ യാസോനെയും മറ്റു ചില സഹോദരന്മാരെയും നഗരാധികാരികളുടെ മുന്നിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇതാ ഇവിടെയും എത്തിയിരിക്കുന്നു. യാസോൻ അവരെ സ്വീകരിച്ചുമിരിക്കുന്നു. യേശു എന്ന് പേരുള്ള മറ്റൊരു രാജാവുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൈസരുടെ നിയമങ്ങളെ ധിക്കരിക്കുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ജനക്കൂട്ടവും നഗരാധിപന്മാരും അസ്വസ്ഥരായി. യാസോനോടും മറ്റുള്ളവരോടും ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. രാത്രിയായ ഉടനെ സഹോദരർ പൗലോസിനെയും ശീലാസിനെയും ബെരോവയിലേക്ക് യാത്രയാക്കി. അവിടെ എത്തിയിട്ട് അവർ യഹൂദരുടെ പള്ളിയിൽ ചെന്നു. ബെരോവക്കാർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മേന്മേറിയവരായിരുന്നു. അവർ വളരെ താൽപര്യത്തോടെ വചനം കൈക്കൊള്ളുകയും പൗലോസ് പ്രസ്താവിച്ചത് ശരിയോ എന്നറിയുവാൻ ദിനം പ്രതി തിരുവെഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്തു പോന്നു. യഹൂദരിൽ അനേകരും അതുപോലെ തന്നെ ഗ്രീക്കുകാരിൽ പ്രമുഖരായ അനേകം സ്ത്രീകളും പുരുഷന്മാരും വിശ്വസിച്ചു. പൗലോസ് ബെരോവയിൽ ദൈവവചനം പ്രസംഗിക്കുന്നു എന്ന് കേട്ടപ്പോൾ തെസലോനിക്കയിലെ യഹൂദർ അവിടെയും ചെന്ന് ജനക്കൂട്ടത്തെ ഇളക്കി പ്രക്ഷോഭണമുണ്ടാക്കി. സഹോദരർ ഉടനെ തന്നെ പൗലോസിനെ കടൽ തീരത്തേക്ക് അയച്ചു. ശീലാസും തിമോഥെയോസും ബെരോവയിൽ തന്നെ പാർത്തു. പൗലോസിന് തുണയായി കൂടെ പോയവർ അദ്ദേഹത്തെ അഥേനയിൽ എത്തിച്ചു. ശീലാസും തിമോഥെയോസും കഴിയുന്നത്ര വേഗത്തിൽ തന്റെ അടുക്കൽ വന്നു ചേരണമെന്ന പൗലോസിന്റെ നിർദ്ദേശവും വാങ്ങി അവർ മടങ്ങിപ്പോയി. പൗലോസ് അവരെ പ്രതീക്ഷിച്ച് അഥേനയിൽ കഴിയുമ്പോൾ നഗരം വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് വളരെ അസ്വസ്ഥനായി. അതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ വെച്ച് യഹൂദരോടും ദൈവഭക്തരായ ഗ്രീക്കുകാരോടും ചന്തയിൽ വെച്ച് അവിടെ വരുന്നവരോടും ദിനം പ്രതി സംവാദം നടത്തിപ്പോയി. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ ഒരു കൂട്ടം തത്വചിന്തകന്മാർ അദ്ദേഹത്തോട് തർക്കിച്ചു. ഈ വിടുവായൻ എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ ചോദിച്ചു. ഇയാൾ അന്യദൈവങ്ങളെ പ്രചരിപ്പിക്കുന്നവനാണെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. അദ്ദേഹം യേശുക്രിസ്തുവിനെയും പുനരുത്ഥാനത്തെയും പറ്റിയുള്ള സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടാണ് അവർ ഇതെല്ലാം പറഞ്ഞത്. പിന്നീട് അവർ അദ്ദേഹത്തെ അരയോപക സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വച്ചവർ, താങ്കൾ അവതരിപ്പിക്കുന്ന ഈ പുതിയ ഉപദേശം എന്താണ്? താങ്കൾ ചില വിചിത്ര ആശയങ്ങൾ ഞങ്ങളുടെ ചെവിയിലേക്ക് കടത്തിവിടുന്നു. അവയുടെ അർത്ഥം എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അഥേനർക്കും അവിടെ പാർത്തിരുന്ന പരദേശികളായ മറ്റുള്ളവർക്കും ഏറ്റവും പുതുമയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അരയോപക സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ചു. അഥേനയിലെ ജനങ്ങളെ, നിങ്ങൾ എല്ലാവിധത്തിലും വളരെ മതനിഷ്ഠയുള്ളവർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിരീക്ഷിച്ചു വരുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുതിയിരിക്കുന്ന ഒരു ബലിവേദി കാണാനിടയായി. നിങ്ങൾ അറിവില്ലാതെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവം
ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവാകുന്നു. ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല. അവിടുന്ന് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റുള്ള സകലവും നൽകുന്നവനാകയാൽ എന്തെങ്കിലും ആവശ്യമുള്ളവൻ എന്ന പോലെ മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനുമല്ല. ഭൂമിയിൽ എല്ലായിടത്തും അധിവസിക്കുവാൻ അവിടുന്ന് ഒരു മനുഷ്യനിൽ നിന്ന് സകല ജനതകളെയും ഉളവാക്കി. അവർക്ക് ജീവിക്കുവാനുള്ള കൃത്യമായ സ്ഥലങ്ങളും കാലാവധികളും നിശ്ചയിച്ചു. മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുവാനും സാധ്യമെങ്കിൽ തപ്പിത്തിരഞ്ഞ് കണ്ടെത്തുവാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകന്നിരിക്കുന്നില്ല. നാം ജീവിക്കുന്നതും ചലിക്കുന്നതും നിലനിൽക്കുന്നതും ദൈവത്തിൽ തന്നെ. നിങ്ങളുടെ കവികളിൽ തന്നെ ചിലർ നാം അവിടുത്തെ സന്താനങ്ങളത്രേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നാം ദൈവത്തിന്റെ സന്താനങ്ങളായിരിക്കാൽ മനുഷ്യൻ പൊന്നിലോ വെള്ളിയിലോ കല്ലിലോ ശില്പചാതുരിയോടെ രൂപകൽപ്പന ചെയ്ത ഒരു രൂപത്തോട് സദൃശനാണ് ദൈവം എന്ന് നാം ചിന്തിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അങ്ങനെയുള്ള അജ്ഞതയെ അവഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ദൈവം താൻ നിയോഗിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ മുഖാന്തരം ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിലൂടെ ഇതിനുള്ള തെളിവായ ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുകയുമാണ്. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ അവരിൽ ചിലർ പരിഹസിച്ചു. മറ്റു ചിലരോ, ഈ വിഷയം സംബന്ധിച്ച് താങ്കളുടെ വാക്കുകൾ വീണ്ടും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അവരെ വിട്ടുപോയി. ഏതാനും പേർ പൗലോസിനോട് ചേർന്ന് നിൽക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിൽ അരയോപകത്തിന്റെ അംഗമായിരുന്ന ദിയോന്യൂസ്യോസും ദമരിസ് എന്നു പേരുള്ളൊരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു.